അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മൾ ദുബായിൽ പോയപ്പോൾ എടുത്ത വ്ളോഗാണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കണ്ടാൽ മതി. അപ്പം ഇത് ആമാൻ്റെ വീട്ടിലാണ്. രാവിലെ തന്നെ ഒരു 6 മണി ആ ഒരു ടൈമാണിത്. അപ്പം സൺറൈസൊക്കെ ഇങ്ങനെ സണ്ണിങ്ങനെ പൊന്തി വരുന്നുണ്ട്. സ്കൈൻ്റെ കളർ നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളല്ലേ. എനിക്ക് സൺസെറ്റിനേക്കാളും സൺറൈസ് ആട്ടോ ഭയങ്കര ഇഷ്ടം. പക്ഷേ സൺറൈസ് കാണൽ കുറവാണ്. ആ ടൈമിൽ ഉറങ്ങുന്നതായിരിക്കില്ല ഉണ്ടാവില്ല. അങ്ങനെ അപ്പോൾ പിന്നെ വീണ്ടും ഉറങ്ങി എണീച്ച് പിന്നെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം ഇതാ ലഞ്ച്. നല്ല ചോറും പച്ചടി, മീൻ കറി, പച്ചക്കറി വറവ്, ഫിഷ് ഫ്രൈ, അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു സൺഡേ ആണ് കേട്ടത്. അപ്പോൾ വിചാരിച്ച് ഹോം ടൂർ എടുക്കാമെന്ന്. ആമ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഏകദേശം എല്ലാം സെറ്റായിന് എത്ര കേട്ടോ. ഇവരെ റൂം വരുന്നത് 2nd ഫ്ലോറാണ്. അപ്പം ദുബായിലുള്ള നഹ്ദയിലാണ് കേട്ടോ ഇവരുടെ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ലിവിങ് റൂമാണ്. അപ്പോൾ ഇത് ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻ്റ് ഒന്നല്ല, 1 BHK ആണ് കേട്ടോ. ഇതില്ലേ ഇൻസ്റ്റഗ്രാമിലൊരു പേജിൽ ഇതേപോലെ ഒരു DIY കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കണ്ടിട്ട് അപ്പോൾ പൊതുവെ കുറച്ചധികം ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ. അപ്പം നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എന്നിട്ട് അത് എന്താക്കി അറിയോ, ഇങ്ങനത്തെ കാർഡ്ബോർഡൊക്കെ വാങ്ങിച്ചിട്ട് നല്ല സെറ്റായിട്ട് അതേപോലെ തന്നെ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുഞ്ഞ് കാറെല്ലാം വെച്ച് ഇതിൻ്റെ ഒരു ഷോർട്ട് ഇതുണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ ഒരു ഷോർട്സ് പോലെ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം ഇതാ പിന്നെ ഒരു ഭാഗത്ത് ലിവിങ് സ്പേസും ഒരു ഭാഗത്ത് ഡൈനിങ് സ്പേസാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ആമാക്കും തന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഫുള്ള് അലങ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഏറെക്കുറെ സാധനങ്ങളൊക്കെ അവരാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ TV യൂണിറ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഗസ്റ്റിൻ്റെ ടോയ്ലറ്റാണ്, ഒരു ചെറിയ കുഞ്ഞു ടോയ്ലറ്റ്. ഈ കേർട്ടൻ ഇട്ടിട്ടുള്ളത് ബാൽക്കണിയാണ്. രാവിലത്തെ സൺറൈസിൻ്റെ വീഡിയോ അവിടെ നിന്നിട്ട് എടുത്തത്. പിന്നെ ഒരു 6 സീറ്റർ കുഞ്ഞ് ഡൈനിങ് ടേബിളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മിറർ വർക്ക് നമ്മളിങ്ങനെ ഐക്യയിൽ നിന്നൊക്കെ മിറർ വാങ്ങില്ലേ, അപ്പോൾ ഇവർ ഓൺലൈനിൽ നിന്ന് ഐക്യയിൽ നിന്ന് തന്നെയാണോ അറിയില്ല, ഓൺലൈനിൽ നിന്ന് മിറർ വാങ്ങിച്ചിട്ട് ഇതേപോലെ എന്താ പറയല് ബാക്കിൽ ബ്ലാക്ക് കളറ് പേപ്പറൊക്കെ ഒട്ടിച്ച് അങ്ങനെ ചെയ്തതാണ്. ശരിക്കും നമ്മളിങ്ങനെ നിൽക്കുന്ന സ്ഥലം നമ്മളിങ്ങനെ സ്വന്തം വീട് പോലെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ഐറ്റംസും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാകുമ്പോൾ നമുക്കിങ്ങനെ ശരിക്കൊരു ഹോം എന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ലേ. നമുക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഇനിയിപ്പം അബുദാബിയിലായാലും നാട്ടിലായാലും ഇങ്ങനെ കുറേ കാലമൊന്നും ഉറച്ചു നിന്നിട്ടില്ല. ഒന്നെങ്കിൽ ഉമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം നാട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോകാൻ വിചാരിച്ച് അങ്ങനെ പോവും. അങ്ങനെയാട്ടോ അധികം ഉണ്ടാവലും. അപ്പം പിന്നെ നാട്ടിലാരും ഇല്ലല്ലോ നിൽക്കണ്ട, പിന്നെ അവിടെ നിൽക്കുമ്പോഴേക്കും നാട്ടിലേക്ക് വരാം, നാടാ നല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ച്
ഉറച്ച് നിൽക്കലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇതുപോലെ ഹോമൊന്നും ആക്കിയിട്ട് ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം എനിക്കിത് എന്തോ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇങ്ങനെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിഷ്ടം പോലെ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫീൽ ലൈക്ക് ഹോം പറയുമ്പോൾ ഒരു ഫീലല്ലേ ശരിക്കും, എനിക്ക് ഫീലാണ് കേട്ടോ. പിന്നെ ഹാളിൽ നിന്ന് ചെറിയൊരു പാസേജ്. അപ്പോൾ നമ്മൾ ഈ റൂമിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ലെഫ്റ്റ് സൈഡിൽ കിച്ചൺ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബെഡ്റൂം കാണിക്കാൻ വിചാരിച്ച്. അപ്പം ബെഡ്റൂമിലും വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ കുളിക്കാനൊക്കെ പറ്റുന്ന വാഷ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലാണ്. അപ്പം ഈ അപ്പാർട്ട്മെൻറ്റിൽ 2 ബാത്റൂമും പിന്നെ ഒരു ബെഡ്റൂം, കിച്ചൺ, ഹാള്, ഒരു ബാൽക്കണിയാണ് വരുന്നത്. പിന്നെ കിച്ചണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ നമ്മളെ നാട്ടിലെ പോലെ ഒരുപാട് ആൾ ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾ നിന്ന് കുക്ക് ചെയ്യുന്ന അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നല്ല കുറച്ച് വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ്. ഇപ്പോൾ അധികം ഫ്ലാറ്റിലും വരുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ ഓപ്പൺ കിച്ചൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കിച്ചൺ ആയിരിക്കും. പക്ഷേ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പം ഫ്രിഡ്ജിന് കുറച്ച് സ്ഥലം വേണമായിരുന്നു. മാമ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവില്ലേ. നിങ്ങൾ ഫ്ലാറ്റിന് കുറ്റം പറയുന്നതല്ല കേട്ടോ, ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഇല്ലൂ, ബിൽഡിങ്ങിന് പറഞ്ഞ് ഇതാ. അപ്പം ഫ്രിഡ്ജും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ചൊരു ഇത് കുറഞ്ഞതുപോലെയായി. പിന്നെ ഇവിടെ സൈഡിൽ കുക്കിംഗ് റേഞ്ചും പിന്നെ അതിൻ്റെ മേലെ ചിമ്മിനിയൊക്കെ ഉണ്ട്. ഈ ഓയിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമില്ലേ, അവിടെ ക്യാൻഡിലൊക്കെ കത്തിച്ച് കുക്ക് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെയല്ലോ. ഇൻഷാ അല്ലാ ഞാൻ എനിക്കായിട്ട് അങ്ങനെയെല്ലാം ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വാഷിംഗ് മെഷീൻ ഇവിടെ അതിൻ്റെ തന്നെ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ആസ്തറ്റിക് ആക്കാൻ നോക്കിയോണ്ട് മാറ്റി പിടിച്ചേക്കല. നമ്മൾ അധികം വീഡിയോയിലും കാണല്ലേ ഇങ്ങനെ ക്യാൻഡിലെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം പോകുന്നത്. അപ്പോൾ ഇതാ ചായക്ക് ചായ ആക്കുന്നുണ്ടോ? വേറൊന്നുമല്ല. ഓ ചായ ചായപ്പൊടി എടുക്കാം ആദ്യം വെക്കണം. വീഡിയോനെ കൊണ്ട് എനക്ക് എന്താ ആക്കണ്ട. ചായപ്പൊടി എടുത്ത് 5-6 വയ്യേ എടുക്കണ്ടു. ഡോറടക്കൂ അടക്കൂ. അങ്ങനെ വൈകുന്നേരം ചായയെല്ലാം കുടിച്ച് നമ്മൾ ആമാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം അന്ന് പോയപ്പം ഒരു ദിവസം നിന്നിട്ടില്ല കേട്ടോ.
അപ്പം മേസാലിലും ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് ഓള് ഒന്നെങ്കിൽ അബുദാബിയിലേക്കൊക്കെ വരണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം അധികം നിൽക്കണം, അങ്ങനെയല്ലോ. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാലും അവരിങ്ങോട്ട് വന്നാൽ പോകാൻ ഇറങ്ങുമ്പോൾ ഒന്നെങ്കിൽ ഇൽഹാൻ ചൊടിക്കും അല്ലെങ്കിൽ മേസ ചൊടിക്കും. എല്ലാവർക്കും എപ്പോഴും ഒന്നിച്ച് നിൽക്കാനായിട്ടാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. എനിക്ക് നാട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങെല്ലാം ഉണ്ടായിനി. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനമെല്ലാം വാങ്ങിച്ച് നേരെ അബുദാബിയിലേക്ക് തന്നെ പോയി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗ് കഴിക്കാവുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.